നമസ്കാരം. കിഫ്ബി രൂപീകൃതമായിട്ട് 25 വർഷം കടക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ ബജറ്റിന് പുറത്ത് ഒരു സാമ്പത്തിക ധനകാര്യ സ്ഥാപനമായിട്ടാണ് കിഫ്ബിയുടെ രൂപീകരണ ഘട്ടത്തിൽ ആലോചിച്ചിരുന്നതെങ്കിലും തുടർന്നു വന്ന ഗവൺമെൻറ്റുകൾക്ക് ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ 2016 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കിഫ്ബി ഒരു യാഥാർത്ഥ്യമായി മാറുകയുണ്ടായി. അതിൻ്റെ രൂപീകരണ ഘട്ടത്തിൽ, അതിൻ്റെ പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്ന ഘട്ടത്തിലും കിഫ്ബിയുടെ ആശയത്തെ സംബന്ധിച്ചും അതിൻ്റെ പ്രായോഗികതയെ സംബന്ധിച്ചും ഒരുപാട് ആശങ്കകളും ഒരുപാട് അഭിപ്രായങ്ങളും രാഷ്ട്രീയമായ എതിരഭിപ്രായങ്ങളുമെല്ലാം രൂപപ്പെടുത്തുന്നതിന് ചിലർ പരിശ്രമിച്ചിരുന്നു. എന്നാൽ അത്തരം ആശങ്കകളെയും അഭിപ്രായങ്ങളെയും അസ്ഥാനത്താക്കിക്കൊണ്ട് കിഫ്ബി കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലെ ഒരു യാഥാർത്ഥ്യമായി മാറി എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. നമുക്കറിയാം, ബജറ്റിലെ ചെറിയ തുകയും ചില മറ്റ് ആവിഷ്കൃത പദ്ധതികളുടെ തുകയും ആശ്രയിച്ചുകൊണ്ട് ഓരോ സംസ്ഥാനത്തും പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടു പോകുമ്പോൾ കേരളം അങ്ങനെ അറച്ചു നിന്നില്ല. നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള പദ്ധതിക്ക് പുറത്തുള്ള വിഭവ സമാഹരണം കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് കിഫ്ബിക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു. അത് കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും 100 കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ പുത്തൻ ഉണർവുണ്ടാക്കാൻ കിഫ്ബിയുടെ വലിയ കരുതലുണ്ടായിരുന്നു. നെയ്യാറ്റിൻകര അസംബ്ലി മണ്ഡലത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഹൈസ്കൂളുകൾക്ക്, ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് പുതിയ മന്ദിരങ്ങൾ നിർമ്മിച്ച് നൽകുവാൻ കിഫ്ബി വലിയൊരു ആശ്വാസകരമായി കൈത്താങ്ങായി മാറി. കുടിവെള്ള പദ്ധതി നമുക്കറിയാം, കേരളത്തിൽ അങ്ങോളം കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രയാസങ്ങൾ നേരിട്ടിരുന്നു. നമുക്ക് 44 നദികളും ഒട്ടനവധി ജലാശയങ്ങളും വിസ്തൃതമായ കായലുകളുമൊക്കെ ഉണ്ടെങ്കിലും ശുദ്ധജല വിതരണം ശുദ്ധീകരിച്ച് എത്തിക്കുക, എല്ലാവർക്കും അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഒട്ടനവധി പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിട്ടിരുന്നു. അവിടെയാണ് കിഫ്ബിയുടെ ഒട്ടനവധി കുടിവെള്ള പദ്ധതികൾ യാഥാർത്ഥ്യമായത്. നെയ്യാറ്റിൻകര അസംബ്ലി മണ്ഡലത്തിൽ 2 പദ്ധതികൾക്കാണ് അതിനുവേണ്ടി ഫണ്ട് അനുവദിച്ചത്. ഒന്ന് കാരോട് കുടിവെള്ള പദ്ധതി ഏകദേശം 100 കോടിയോളം രൂപ അടുപ്പിച്ചും, മറ്റൊന്ന് അതിയന്നൂർ കുടിവെള്ള പദ്ധതി 26 കോടി രൂപയും.
അതിയന്നൂർ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്ക് അത് സമർപ്പിച്ചു കഴിഞ്ഞു. കാരോട് കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ വളരെ നല്ല നിലയിൽ തന്നെ പുരോഗമിക്കുന്നു. ഈ 2025 ഡിസംബർ മാസം 31-ാം തീയതിക്ക് പദ്ധതി കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്നാണ് വാട്ടർ അതോറിറ്റി വിഭാഗം അറിയിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ, റോഡുകളുടെ നവീകരണങ്ങളടക്കമുള്ള പദ്ധതികൾക്ക് കിഫ്ബിയുടെ ധനസഹായം നെയ്യാറ്റിൻകര അസംബ്ലി മണ്ഡലം സംബന്ധിച്ച് ആശ്വാസകരമായി മാറിയിട്ടുണ്ട്. പൊതുവിൽ നമ്മളെടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ നടന്നിട്ടുള്ള റോഡുകളുടെ വികസന പ്രവർത്തനങ്ങൾ, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനാവശ്യമായ ഫണ്ട് വകയിരുത്തൽ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ മേഖലയിലെയും വിദ്യാഭ്യാസ മേഖലയിലെയും അതുപോലെ തന്നെ PWD റോഡുകളുടെയും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട വ്യവസായ സംരംഭങ്ങൾക്കും എല്ലാം തന്നെ ആയിരക്കണക്കിന് കോടി രൂപയാണ് കിഫ്ബി വഴി നമുക്ക് ഒഴുകി എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ ഒരുപക്ഷെ അടുത്ത 25 വർഷക്കാലത്തിനകത്ത് നടപ്പാക്കാൻ വേണ്ടി കഴിയുമായിരുന്ന കാര്യങ്ങൾ ഈ കഴിഞ്ഞ 1-2 പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് കേരളത്തെ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. അതിൻ്റെ കരുത്തും ഏറ്റവും പ്രധാനമായത് കിഫ്ബിയുടെ ഫണ്ടിംഗ് ആണ്. തീർച്ചയായും കിഫ്ബിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, കിഫ്ബിയുടെ സഹായത്തെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി ഒരുപാട് ആക്ഷേപങ്ങളും രാഷ്ട്രീയമായ നീക്കങ്ങളും ഒക്കെ നടത്തിയെങ്കിലും കിഫ്ബി അതിൻ്റെ ശരിയായ ദിശയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. 25 വർഷം പൂർത്തീകരിക്കപ്പെടുമ്പോൾ നമുക്കറിയാം കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ട് 6-7 വർഷം മാത്രമാണ് പിന്നിട്ടുള്ളത്. തീർച്ചയായും കിഫ്ബി കേരളത്തിലെ പൊതു താൽപ്പര്യം മുൻനിർത്തിക്കൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിനും ജനക്ഷേമകരമായ പ്രവർത്തനത്തിനും നാടിൻ്റെ വളർച്ചയ്ക്കും പുതിയ കാലഘട്ടത്തിലേക്ക് കിഫ്ബി ഏറെ പ്രയോജനകരമായി മാറട്ടെ. 25 വർഷം പിന്നിടുമ്പോൾ വരാൻ പോകുന്ന നാളുകളിൽ ഏറ്റെടുക്കേണ്ട കർമ്മനിരതമായ പദ്ധതികളുമായി കുതിച്ചുചാട്ടം നടത്തട്ടെ എന്ന് ആശിക്കുകയാണ്. കിഫ്ബിയുടെ സംരംഭത്തിനും അതിൻ്റെ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും ഈ ഘട്ടത്തിൽ നേരുന്നു. നന്ദി, നമസ്കാരം. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.